ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ യൂത്ത് കോൺഗ്രസ് നേതാവായ എബിൻ വർക്കി ചൂരൽമല ഫണ്ട് LDF സർക്കാർ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന വീഡിയോ ആണ്. നമുക്കാദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ. 20 ലക്ഷം രൂപ ഒരു വീടിന് മുടക്കിയല്ലോ. 100 വീടിന് എത്ര കോടി രൂപ വേണം? 20 കോടി രൂപ. ഈ പുള്ളി പറയുന്നത് CMRDF ഫണ്ടിനെ പറ്റിയാണ്. ഇതൊരു സീക്രട്ട് ഫണ്ടൊന്നുമല്ല. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ്. അതുകൊണ്ട് കേരള സർക്കാരിന് ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. 200 വീടിന് എത്ര വേണം? 40 കോടി. 300 വീടിന് 60 കോടി. 400 വീടിന് 80 കോടി. 400 വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 80 കോടി രൂപ. ഈ പുള്ളി പറയുന്നത് പച്ചക്കള്ളമാണ്. ഇലക്ഷന് മുമ്പുള്ള നാടകമാണ്. കാരണം കേരള സർക്കാരിൻ്റെ കയ്യിൽ റിസീവ് ചെയ്ത ഡൊണേഷൻ, ഡിസാസ്റ്റർ റിലീഫിന് വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ, ഇതിൻ്റെയൊക്കെ കൃത്യമായ കണക്കുള്ളതാണ്. അത് മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പെറൻസി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കളക്ട് ചെയ്ത പൈസയും ഡിസാസ്റ്റർ റിലീഫിന് വേണ്ടി ചെലവഴിച്ച പൈസയും ഏതൊരു ഇന്ത്യൻ പൗരനും അറിയാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഒരു സ്കൂൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഏതോ കോട്ടയം ടൗണിൽ വീട് വയ്ക്കുന്ന ലാഘവത്തോടെയാണ് ചൂരൽമല വീട് വയ്ക്കുന്ന കാര്യം പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഇതുപോലെ തകർന്നിറങ്ങിയ നാടിനെ പറ്റിയാണ്. ഒരു നാട് മുഴുവൻ, ഒരു ടൗൺഷിപ്പ് മുഴുവൻ ഇല്ലാണ്ടായി പോയ ഒരു നാടിനെ പറ്റിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ മുകളിൽ വരില്ല. എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 750 കോടിയുടെ ബാക്കി കോടി എവിടെയാ പോകുന്നത്? 2024 സർക്കാർ നിയോഗിച്ച വിദഗ്ധ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 2262 കോടി രൂപയാണ് വീട് നിർമ്മാണം, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡീസ്, ലാൻഡ് ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസ പുനർനിർമ്മാണം, ഹെൽത്ത് ഫെസിലിറ്റീസ് ഡെവലപ്മെന്റ്, റോഡ് ഡെവലപ്മെന്റ്, വൈദ്യുതി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാത്തിനും കൂടി ചേർത്താവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ സ്ഥലത്ത് വീട് വയ്ക്കാനുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ ചൂരൽമല പോലെ മണ്ണിടിച്ചിൽ വന്നിട്ട് ഒരു ടൗൺഷിപ്പ് തന്നെ നശിച്ച ഒരു സ്ഥലത്ത് വീട് വയ്ക്കുന്നതും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും കേസ് വേറെയാണ്. അത് വിദഗ്ധ സംഘം ആദ്യമേ പരിശോധനയിൽ തന്നെ 2024 പറഞ്ഞതാണ് ഇത് 2000 കോടിക്ക് മേലെ ഇതിൻ്റെ ചിലവാകുമെന്ന്.